സിനിമ ഒരു ഓണക്കാലത്ത് മലയാളിലേക്ക് എത്തുമ്പോൾ അതും പ്രത്യേകിച്ച് ആ ഒരു ടൈറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം വൈശാഖ് മൂവി. കാരണം എന്നും ആഘോഷങ്ങളുടെ മധുരം ഇരട്ടിയാക്കാൻ വരുന്ന ഒരു സമ്മാനമാണ് മലയാളികൾക്ക് വൈശാഖ് മൂവി. ഐ തിങ്ക് ഇന്ന് ഈ സ്റ്റേജിലേക്ക് ഈ ഒരു മീറ്റ് ഇവിടെ നടക്കുമ്പോൾ ഇതിന്റെ ആക്ച്വൽ ഉദ്ദേശത്തിലേക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വരുമെങ്കിലും ഇപ്പോ ആദ്യം ഈ വേദിയിലേക്ക് വിളിക്കേണ്ടത് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി ഹിം, റൈറ്റ്? ക്യാപ്റ്റനെ തന്നെയാണ് ഖലീഫയുടെ. നമുക്ക് സഹർഷം സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട വൈശാഖേട്ടൻ. ഒരു സ്ട്രോങ് കൈയടി നൽകിക്കൊണ്ട് തന്നെ നമുക്ക് സ്വാഗതം ചെയ്യാൻ പറ്റും. ഓൾ ദ ലവ്. മലയാള സിനിമയെ ഇഷ്ടപ്പെടുന്ന മലയാളി സിനിമ പ്രേക്ഷകർക്ക് എന്നും മലയാള സിനിമയെ ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള സിനിമകൾ നൽകിയ ആളാണ് വൈശാഖേട്ടൻ. വൈശാഖേട്ടൻ പറയാനുള്ള വാക്കുകളിലേക്കാണ് ഞങ്ങൾ ആദ്യം കിടക്കുന്നത്. I'll pass the mic to you. എല്ലാവർക്കും നമസ്കാരം. കുറേ കാലത്തെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഖലീഫ പ്രേക്ഷകർക്ക് മുമ്പിലെത്തിയത്. എല്ലാ സിനിമയും തീർച്ചയായും അങ്ങനെയാണ്. കുറേ കാലത്തെ പരിശ്രമങ്ങൾ, അതിനുശേഷം ഒരു റിലീസ് തീയതി വരുന്നു, അന്ന് സിനിമ റിലീസ് ചെയ്യുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് അന്ന് മാറുക. അങ്ങനെ പല ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രേക്ഷകർക്ക് വേണ്ടി സിനിമ ചെയ്യുന്ന ഒരു സംവിധായകനാണ് ഞാൻ. ഭൂരിപക്ഷം വരുന്ന സാധാരണ പ്രേക്ഷകരെ രസിപ്പിക്കാനും അവരെ സന്തോഷിപ്പിക്കാനും തിയേറ്റർ ഒരു ആഘോഷമാക്കി മാറ്റാനും ഒരു സിനിമ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സിനിമയ്ക്ക് ഇറങ്ങുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത്. ജിനു ഈ ചിത്രത്തിലേക്ക് വിളിച്ചപ്പോഴും അങ്ങനെ ഒരു സിനിമ ചെയ്യാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഖലീഫ ചെയ്തത്. അപ്പോൾ അതിൻ്റെ റിലീസിന് ശേഷം ലഭിക്കുന്ന തിയേറ്റർ റെസ്പോൺസിൽ നിന്ന്, ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മറ്റെല്ലാ സെലിബ്രേഷൻ സിനിമകളും പോലെ ഈ സിനിമയും അതിൻ്റെ അർത്ഥത്തിലേക്ക്, അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയെന്ന് തന്നെയാണ്. ഈ സിനിമയിൽ എൻ്റെ കൂടെ സഞ്ചരിച്ച ധാരാളം ആളുകളുണ്ട്, ടെക്നിക്കൽ ക്രൂവിലും ആക്ടേഴ്സൊക്കെ ആയിട്ട്. വളരെ ഈ സിനിമയിൽ ഞങ്ങൾക്കിങ്ങനെ അഹമ്മദ് അലി എന്ന് പറയുന്നൊരു കഥാപാത്രം ആദ്യം ഉണ്ടാവുകയും അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്തപ്പോൾ അയാളുടെ ഒരു വലിയ വേൾഡുണ്ട്. അഹമ്മദ് അലി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു വലിയ വേൾഡുണ്ട്. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്ത് വന്ന സമയത്ത് അതിൽ നിന്ന് ഒരു ഏഡായിട്ടാണ് ഖലീഫയുടെ ആദ്യ ഭാഗം പറയാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു ഈ ഇങ്ങനെ ഒരു ലെഗസിയുള്ള ഒരു വലിയ കഥാപാത്രത്തെ ആര് ചെയ്താലാണ് നന്നാവുക, ആരോടാണ് സംസാരിക്കേണ്ടത്. പക്ഷെ അധികം ആലോചിക്കാതെ തന്നെ ലാലേട്ടനല്ലാതെ, മോഹൻലാൽ അല്ലാതെ മറ്റാരാണ് അതിനൊരു ഓപ്ഷൻ എന്ന് പറയുന്ന ഒരു സാധ്യതയിലേക്ക് വരികയും നമ്മൾക്ക് ഇതെങ്ങനെ പറയും, അദ്ദേഹം അതെങ്ങനെയാണ് എടുക്കുക, അങ്ങനെയൊക്കെയുള്ള ആശങ്കകൾക്കിടയിൽ രാജു സാറിനോട് സംസാരിച്ച സമയത്ത് തന്നെ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ പിന്നീട് ഇതിൻ്റെ ശരിക്കുള്ള അഹമ്മദ് അലിയുടെ സാമ്രാജ്യം എന്താണ്, അയാളുടെ കഥയുടെ വലിപ്പം എന്താണെന്ന് മനസ്സിലാക്കി അത് വളരെ ആവേശത്തോടെ ആ സിനിമയുടെ ഭാഗമാകണം എന്ന ആവേശത്തോടെ സിനിമയിലേക്ക് വന്ന ലാൽ സാറിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അദ്ദേഹം ഈ സിനിമയിൽ അത്ര വലിയ സാന്നിധ്യമായി വരികയും ചെയ്തു. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില കഥാപാത്രങ്ങൾ അവസാനം രൂപപ്പെട്ടു വന്ന സമയത്ത് അങ്ങനെ ആരെയെങ്കിലും കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടായ ക്യാരക്ടേഴ്സ് അല്ല, കഥ ഡെവലപ്പ് ചെയ്തപ്പോൾ അവിടെ ചില കഥാപാത്രങ്ങൾ ഉണ്ടാവുകയും ഇത് ആര് ചെയ്യും എന്ന് പറയുന്ന ഒരു ഡിസ്കഷൻ ഉണ്ടാവുകയും സമയത്ത് ടൊവിയെ ജിനു ആദ്യം വിളിക്കുകയും ഇങ്ങനെ ഒരു സന്ദർഭമുണ്ട്, ഇങ്ങനെയാണ് കഥയുടെ രൂപം, ലാലേട്ടനാണത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പെട്ടെന്ന് തന്നെ ടൊവിയുടെ റെസ്പോൺസ്, എനിക്ക് കാശ് പോലും തരണ്ട, ഞാൻ വന്ന് ചെയ്തോളാം എന്നായിരുന്നു. താങ്ക് യു ടൊവി.
താങ്ക് യു സോ മച്ച് ഫോർ ട്രസ്റ്റിംഗ് അസ്. അതുപോലെ സൗബിൻ ഇതുപോലെ തന്നെ ഒരു എൻട്രി നമുക്ക് ആവശ്യമായി വരുന്ന, ഞാൻ കഥയുടെ വിശദാംശങ്ങൾ പറയുന്നില്ല കാരണം അത് അടുത്ത സിനിമയുടെ സർപ്രൈസുകളാണ്. വളരെ പ്രധാനപ്പെട്ട വളരെ ക്രൂഷ്യലായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ടോബിയുടെയും സൗബിൻ്റെയും ഒക്കെ അടുത്ത പാർട്ടിലെ കഥാപാത്രങ്ങൾ. ഞാൻ അതുകൊണ്ടാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. അപ്പോൾ സൗബിനെയും ഇതുപോലെ നമ്മൾ ഈ സിനിമയിലേക്ക് ക്ഷണിച്ച സമയത്ത് വളരെ സന്തോഷത്തോടെ വന്ന് ഇന്ന് അത് തിയേറ്ററിൽ കണ്ട സമയത്ത് ആ കോൺട്രിബ്യൂഷൻ, അവരുടെ പ്രസൻസ് എത്രത്തോളമാണ് ഈ സിനിമയ്ക്ക് ഹെൽപ്ഫുൾ ആയതെന്ന് എന്നെ പോലെ തന്നെ പ്രേക്ഷകർ എന്ന നിലയിൽ നിങ്ങളും കണ്ടതാണ്. പ്രത്യേകം നന്ദി സൗബിൻ ഈ സിനിമയിലേക്ക് വന്നത്. പിന്നെ ഉള്ളത് എൻ്റെ രാജുവാണ്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയ ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ജിനു ഒറ്റയ്ക്ക് കൊണ്ടുപോയ ഒരു സിനിമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ കുറേ സുഹൃത്തുക്കൾ ചേർന്ന് ചെയ്ത ഒരു സിനിമയാണ്. അങ്ങനെ ഒരു സ്വപ്നമാണ്. കാരണം നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇത്രയും വലിയ ഒരു സിനിമ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും, ഫൈനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നും പാവം എൻ്റെ ജിനു വി എബ്രഹാമിനൊന്നുമില്ല. ആളുടെ കയ്യിലുള്ളത് കുറേ വലിയ സ്വപ്നങ്ങളും ഒട്ടുക്കത്തെ കോൺഫിഡൻസും മാത്രമാണ്. അപ്പോൾ അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി ഇത്രയും വലിയൊരു സ്വപ്നവുമായി ഇറങ്ങിയ സമയത്ത് ചങ്കായി ഞങ്ങളുടെ കൂടെ നിന്ന ആളാണ് പൃഥ്വിരാജ്. ഈ സിനിമയിലെ ഒരു നടൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഈ പ്രോജക്റ്റിൻ്റെ രൂപപ്പെടൽ മുതൽ റിലീസ് വരെ അനുദിനം നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റെ ഒരു ഭാഗമായി നിന്ന് അതിന് വേണ്ടതെല്ലാം ചെയ്തു തന്ന പൃഥ്വിയുടെ ഒരു ശ്രമമാണ് ഈ സിനിമയിൽ ഇന്ന് ഇത്രയും വലിയ ഒരു വിജയത്തിലേക്കും ഇത്രയും വലിയ ഒരു പെർഫെക്ഷനുള്ള, ടെക്നിക്കലി പെർഫെക്ഷനുള്ള ഒരു സിനിമയാക്കി മാറ്റുന്നതിനും ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യിക്കുന്നതിനുമൊക്കെ ഏറ്റവും സഹായകരമായി മാറിയത്. ഒരുപാട് എഫേർട്ട് ഇട്ടാണ് പൃഥ്വി സിനിമ ചെയ്തത്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷറികൾ ഉണ്ടായിരുന്നില്ല. ലൈക്ക് കുറേ ദിവസങ്ങൾ അങ്ങനെ ഷൂട്ട് സാർ വന്നു. ലാൽ സാർ വന്നു. ഞാൻ നിങ്ങൾ സാറിനെ വെൽക്കം ചെയ്ത ശേഷം ഞാൻ സംസാരിച്ചോളാം കേട്ടോ. ലാൽ സാർ വന്നു എന്ന് പറഞ്ഞ് സ്പീച്ച് മിഡ്വേ നിർത്താണ്. ലാൽ സാർ ഒന്ന് പെർമിറ്റ് ചെയ്താൽ സംസാരിച്ചോളൂ. ലാൽ സാർ സ്വാഗതം. ഇനി ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് ഒരു തിരക്കഥാകൃത്തിന്റെ മനസ്സിൽ വന്ന ഒരു സ്വപ്നം, ഒരു വലിയ സ്വപ്നത്തെ കുറിച്ചിട്ടാണ്. തീർച്ചയായും എല്ലാ സിനിമകളും ആദ്യമായിട്ട് ഉണ്ടാകുന്നത് ഒരു തിരക്കഥാകൃത്തിന്റെ മനസ്സിലാണ്. ശ്രീ ജിനു വി എബ്രഹാം, അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ഖലീഫ, അതൊരു സിനിമയായി ബിഗ് സ്ക്രീനിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി അദ്ദേഹം നിർമ്മാതാവിൻ്റെ റോളും കൂടി ഈ സിനിമയിൽ നിർവഹിക്കുകയുണ്ടായി. വർഷങ്ങളുടെ പ്രയത്നമാണ് അത്. വളരെ മനോഹരമായി തന്നെ അദ്ദേഹം അത് എക്സിക്യൂട്ട് ചെയ്തു. ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ ജിനു വി എബ്രഹാം. ചേട്ടാ, വലിയൊരു സ്വപ്നം, വലിയൊരു ജേണി ഇന്ന് സിനിമ പ്രേക്ഷകർക്കായി കൊടുത്തിരിക്കുകയാണ്. എന്താണ് ഈ മൊമെന്റിൽ പറയാനുള്ളത്? അല്ല, അന്നപൂർണ്ണ പറഞ്ഞ പോലെ ഒരു സ്വപ്നമാണ്. ഈ സ്വപ്നം എന്താ പറയുക, യാഥാർത്ഥ്യമാകുമ്പോഴുണ്ടാകുന്നൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെയാണ് ശരിക്കും. അതിനകത്ത് ഇപ്പം രാജുവായിട്ട് ഞാൻ ഒരുപാട് സിനിമ ചെയ്തിട്ടുണ്ട്, ടോബി ബ്രോയായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്, സൗബിൻ ബ്രോയുടെ ആദ്യമായിട്ടാണ്. ഈ ഖലീഫയിൽ ലാലേട്ടൻ പറയുന്നൊരു ഡയലോഗുണ്ട്, ഈ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ സ്വപ്നം. ആ സീൻ എഴുതുമ്പം ശരിക്കും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി. അതായത് തലേ ദിവസമാണ് ഞാൻ ആ സീൻ എഴുതുന്നത്. രാജുവിനറിയാം, വൈശാഖിനറിയാം, ഞാൻ ആ സീൻ എഴുതുന്നത് തലേ ദിവസമാണ്. ആ ഡയലോഗ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ആ സ്വപ്നം നാളെ നടക്കാൻ പോകുന്നത് വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ ഈ ഡയലോഗാണ്. അത് ഞാൻ ഈ സിനിമയിലെത്തി എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു എൻ്റെ ഒരു വരിയെങ്കിലും
ലാലേട്ടൻ ഒന്നൊരു ഡയലോഗ് സംസാരിക്കണമെന്ന്. പക്ഷേ അത് നടന്നു. പിന്നെ സിനിമ നമ്മൾ തുടങ്ങി അത് കറക്റ്റായിട്ട് നമുക്ക് തീർക്കാൻ പറ്റി, കറക്റ്റ് സമയത്ത് റിലീസ് ചെയ്യാൻ പറ്റി. അതൊക്കെയും ഒരു വലിയ സ്വപ്നമായിട്ടാണ് കാണുന്നത്. ആ സ്വപ്നത്തിൻ്റെ എന്താ പറയുക, ഒരു നല്ല പൂർത്തീകരണവും ഒരു പുതിയ തുടക്കവും ഉണ്ടാകാൻ പോകുന്നതിൽ ഒരുപാട് എക്സൈറ്റഡ് ആണ് ഞാൻ. അതിന് എൻ്റെ ഒപ്പം നിന്ന് എല്ലാവരും, ഇപ്പം ശേഖരനാണെങ്കിലും രാജു ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും ടോയ് ബ്രോ ആണെങ്കിലും എല്ലാവരും, സൗവിൻ ബ്രോ, എല്ലാവരും, ഞാൻ ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറയുന്നില്ല. അതൊക്കെ എന്താ പറയുക. പിന്നെ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഒരു ആസ് എ ടെക്നീഷ്യൻ എൻ്റെ ഒപ്പം നിന്ന് ഈ സിനിമ തീർക്കാൻ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാ ടെക്നീഷ്യന്മാരും നമ്മളൊപ്പം നിന്നത്. അപ്പോൾ എല്ലാവരോടും ഞാൻ ഈ എന്താ പറയുക നന്ദി പറയുകയാണ്, ഈ സ്വപ്നം എനിക്ക് പൂർത്തീകരിച്ച് തരാൻ എൻ്റെ ഒപ്പം നിന്നതിന്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇതായിട്ടുള്ള എൻ്റെ ഒപ്പം എന്നെ എല്ലാ രീതിയിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് സിജോ, സൂരജ്, എംബോക്സിൻ്റെ നീലീഷ്, ഡോക്ടർ, അതുപോലെ തന്നെ ശ്രീലാൽ, എല്ലാവരും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ്. അവരോടും ഞാൻ ഈ സമയത്ത് എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു സ്വപ്നമായിരുന്നു പറഞ്ഞു. ആ ഒരു സ്വപ്നം തുടങ്ങി, ആ സ്വപ്നത്തിന് ജീവൻ വെച്ചു. ഇന്ന് ആ സ്വപ്നം അത് മലയാളി സിനിമാ പ്രേക്ഷകരെല്ലാവരും ഒരുമിച്ച് ആസ്വദിച്ചു തുടങ്ങി. ഇതൊരു ആഘോഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതൊരു ആഘോഷമായി മാറുമ്പോൾ നമ്മളെല്ലാവരും ആദ്യം ചെല്ലുന്നത് ഒരു മുഖം കാണാനാണ്. കാരണം ഇതിന്റെ പോസ്റ്ററിലൊക്കെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് ആ ഒരു ഗ്ലിംസ് വന്നപ്പോൾ തന്നെ ആ ഒരു BGM ബാക്കിൽ നിന്ന് നടന്നു പോകുന്ന ഒരു ഷോട്ട്. She asked me if I had enough